നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസത്തിലേക്കാണ്, അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ്. പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുകയാണ്. ആകാശത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൊച്ചിയിലടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇപ്പോൾ ദൃശ്യവുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ രേഖയിൽ നേർരേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കിവിടെ ഏഷ്യയിൽ അടക്കമുള്ള രാജ്യങ്ങളിൽ രാത്രി സമയമാണ്. മറുഭാഗത്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ നേരം പുലർന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ പകൽ സമയമാണ്. സൂര്യന്റെ പ്രകാശം നേരിട്ട് പതിക്കുന്നത് ആ ഭാഗത്താണ്, ഭൂമിയുടെ ആ ഭാഗത്താണ്. പക്ഷെ എന്നാൽ മറുഭാഗത്ത് ഭൂമിയും കടന്ന് ഇപ്പുറത്താണ് ചന്ദ്രനുള്ളതെന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ മൂന്ന് ഗോളങ്ങളും ഒരേ രേഖയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ആ സാധ്യതയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 2022 ഇതിനു മുമ്പ് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമായതെങ്കിൽ, കേരളത്തിൽ ദൃശ്യമായതെങ്കിൽ, ഇപ്പോൾ 2025 ഇന്ന് സംഭവിക്കുന്ന ഈ ചന്ദ്രഗ്രഹണം ഈ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ്. മാത്രമല്ല വളരെ തെളിഞ്ഞ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി തന്നെ ഈ ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുറച്ചു മുൻപ് ഏതാണ്ടൊരു 9 മണിക്ക് ആരംഭിച്ച ഈ ഗ്രഹണ പ്രവർത്തന പ്രക്രിയ അതിപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, അതായത് പൂർണ്ണമായും ചന്ദ്രനെ മറയ്ക്കുന്ന ഭൂമിയുടെ നിഴൽ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലതുഭാഗത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള തത്സമയ ദൃശ്യം കാണാം. തൊട്ട് മുൻപ് നേരത്തെയുള്ള ദൃശ്യവും കാണാം. അവിടെ പൂർണ്ണ ചന്ദ്രനായിരുന്ന ആകൃതി കൃത്യമായി നമുക്ക് കാണാം. പൂർണ്ണാകൃതിയിലുള്ള ചന്ദ്രനെ കാണാം. അത് പിന്നീട് ഭൂമിയുടെ നിഴൽ വന്ന് മറഞ്ഞ് ഇപ്പോൾ കേവലം വളരെ ചെറിയൊരു വളപ്പൊട്ട് പോലെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഈ പ്രക്രിയ ഏതാണ്ട് 2 മണിക്കൂർ കൂടി നീളും. അങ്ങനെ പൂർണ്ണമായും ചന്ദ്രനെ മറഞ്ഞു കഴിഞ്ഞ ശേഷം വീണ്ടും ചന്ദ്രൻ തെളിഞ്ഞു വരുന്ന സമയമുണ്ട്. അത്രയും സമയത്തേക്കാണ് ഈ ലൂണാർ എക്ലിപ്സ് അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം ഉണ്ടാവുക. അതിനെയാണ് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം എന്ന് പറയുക. ഇനി മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രതിഭാസം കൂടി ഈ സമയത്ത് നടക്കുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായും ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിയുമെങ്കിലും ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കൂടി കടന്നു പോകുന്ന സൂര്യന്റെ, കാരണം സൂര്യൻ വലിയ ഗോളമാണ്, ഭൂമിയെക്കാളുമൊക്കെ വലിപ്പമുള്ള ഗോളമാണ് സൂര്യൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ നക്ഷത്രമാണ് സൂര്യൻ. അതിൻ്റെ രശ്മികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷം വഴി കടന്നു പോകും, പുറകോട്ട് കടന്നു പോകും. അതിൻ്റെ കുറച്ച് ഭാഗം ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യും. നമ്മൾ ഈ കാണുന്ന തെളിഞ്ഞ ചന്ദ്രന്റെ നിലാവ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഭൂമിയുടെ അല്ലെങ്കിൽ സൂര്യന്റെ നേരിട്ടുള്ള പ്രകാശം അത് ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് ഭൂമിയുടെ നിഴൽ വന്ന് അതിനെ മറക്കുകയാണ്. അങ്ങനെയാണ്, അപ്പോഴാണ് ഈ ഗ്രഹണം സംഭവിക്കുന്നത്, ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയുടെ ഈ അരികു വഴി കടന്നു പോകുന്ന സൂര്യന്റെ രശ്മികൾ, അതിൽ നമുക്കറിയാം ഈ സൂര്യപ്രകാശം എന്ന് പറയുന്ന വിബ്ജ്യോർ എന്ന് പറയുന്ന ലൈറ്റുകൾ ചേർന്നതാണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ് ഇങ്ങനെ പറയുന്ന ലൈറ്റുകളാണ് അല്ലെങ്കിൽ നിറങ്ങളാണ്. അതിൽ ഓറഞ്ച്, റെഡ് ഏറ്റവും തരംഗദൈർഘ്യം, വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ള നിറങ്ങളാണ്. അത് മാത്രമായിരിക്കും ഈ വിസരണത്തിന് അല്ലെങ്കിൽ സ്കാറ്ററിങ്ങിന് വിധേയമാകാതെ മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ ചെറിയൊരു പ്രകാശം പതിക്കും, അതിലൊരു ചുവന്ന നിറമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ പ്രതിഭാസത്തെ ബ്ലഡ് മൂൺ അല്ലെങ്കിൽ ചുവന്ന ചന്ദ്രൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ആ പ്രതിഭാസം കൂടി ഇപ്പോൾ വീക്ഷിക്കുകയാണ് ശാസ്ത്രലോകം. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല സമയമാണ് നമ്മുടെ ബഹിരാകാശത്തെ അല്ലെങ്കിൽ അവിടെയുള്ള ഗോളങ്ങളുടെ ആകൃതി, അതിൻ്റെ വലിപ്പമൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും കൃത്യമായ സമയമാണ് ഇപ്പോൾ. കാരണം ഭൂമിയേക്കാൾ ഏതാണ്ട് 30 മടങ്ങ് ചെറുതാണ് ചന്ദ്രന്റെ വലിപ്പം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിൽ വന്ന് ചന്ദ്രനെ മറയ്ക്കുന്നതും പിന്നീട് അത് തെളിഞ്ഞു വരുമ്പോഴൊക്കെ ഭൂമിയുടെ വലിപ്പം എന്താണ്, ചന്ദ്രന്റെ വലിപ്പം എന്താണെന്നൊക്കെ കൃത്യമായി വിദ്യാർത്ഥികൾക്കടക്കം മനസ്സിലാക്കാൻ കഴിയുന്ന പ്രതിഭാസം കൂടിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ആകാശത്ത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ നികുതി ചുമത്താൻ അമേരിക്കൻ നീക്കം. ഇതിനായി അമേരിക്കയെ പിന്തുണയ്ക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളോട് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആവശ്യപ്പെട്ടു. റഷ്യയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ഏർപ്പെടുത്താനാണ് പുതിയ നീക്കം. ശ്രീത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, വളരെ സുപ്രധാനമായൊരു നീക്കത്തിലേക്ക് അമേരിക്ക പോകുന്നു. അത് എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ എന്ന് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ഇന്ത്യയെ പ്രകീർത്തിച്ചൊക്കെ ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങൾ, പരാമർശങ്ങൾ. അതോടൊക്കെ ഒരുപക്ഷെ വിലയിരുത്തലുണ്ടായത് വീണ്ടും അമേരിക്ക ഒരു പുനർവിചിന്തനത്തിന് വിധേയമായേക്കാം, പിന്നോട്ട് പോയേക്കാം എന്നൊക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. വീണ്ടും ഒരു ഇരുട്ടടി അല്ലെങ്കിൽ വീണ്ടും ഒരു അടി തരാൻ അമേരിക്ക ഒരുങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇത്തരത്തിലൊരു തീരുമാനത്തിനും നീക്കത്തിനും പിന്നിൽ?
ഏറെക്കുറെ അങ്ങനെ ചിന്തിക്കേണ്ടി വരും പ്രജിൻ. കാരണം അമേരിക്ക ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വലിയ സാമ്പത്തിക വിദഗ്ധരിൽ നിന്ന് വരുന്നൊരു സാഹചര്യത്തിലാണ് താരിഫിൽ പുതിയ നീക്കങ്ങളുമായി അമേരിക്ക മുന്നോട്ട് വരുന്നതൊക്കെ എന്ന കാര്യം വരുന്നത്. അത് ഇതിൽ ഏറ്റവും പ്രധാനം റഷ്യയ്ക്ക് മേൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ റഷ്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു മറുതന്ത്രമാണ് അമേരിക്ക പ്രയോഗിക്കുന്നത്. സ്വാഭാവികമായും അമേരിക്ക ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളത് മറ്റ് ലോകരാജ്യങ്ങളെ, ഇപ്പോൾ റഷ്യയും ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ വലിയൊരു ധ്രുവത്തിലേക്ക് പോകുന്നു. അത് മറ്റൊരു പല രൂപത്തിൽ അമേരിക്കയെ പ്രതിരോധത്തിലാക്കും, പ്രത്യേകിച്ച് സാമ്പത്തികമായി. അതിനെ മറികടക്കണമെങ്കിൽ സ്വാഭാവികമായും റഷ്യയെ പ്രതിരോധത്തിലാക്കുക, അതിനെന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യാൻ പോകുന്നത്. റഷ്യയെ പ്രതിരോധത്തിലാക്കണമെങ്കിൽ സ്വാഭാവികമായും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ നികുതി ഏർപ്പെടുത്തുക, അങ്ങനെ ആ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിന്മാറുക, അങ്ങനെ റഷ്യക്ക് സാമ്പത്തിക നഷ്ടം വർദ്ധിപ്പിക്കുക, അങ്ങനെ റഷ്യയെ പ്രതിരോധത്തിലാക്കുക, റഷ്യ ഇക്കാര്യങ്ങളിൽ നിന്നും പിന്നോട്ടെടുപ്പിക്കുക. അത് മാത്രമല്ല അമേരിക്കയുമായി ബന്ധമുള്ള മറ്റ് രാജ്യങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവൻ, അതാണ് സ്കോട്ട് ബെസന്റിന്റെ പ്രസ്താവനയിൽ പറയുന്നത്, യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയ്ക്കൊപ്പം നിൽക്കേണ്ടതുണ്ട്, റഷ്യയെ പിന്തുണയ്ക്കുന്നതിനും പിന്മാറണം, റഷ്യക്ക് സാമ്പത്തികമായി മെച്ചമുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഈ രാജ്യങ്ങളെല്ലാം പിന്മാറണം, നിങ്ങളെല്ലാവരും അമേരിക്കയ്ക്കൊപ്പമാണ് ചേരേണ്ടത്, അമേരിക്കൻ നയങ്ങൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്നും പിന്മാറണം, അതിനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന നിർദ്ദേശമാണ് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറിയാണ് ഇക്കാര്യത്തിൽ. നേരത്തെ നമുക്കറിയാം, മുൻകാലങ്ങളിൽ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിമാരും ആഭ്യന്തര സെക്രട്ടറിമാരുമാണ് നിലപാട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നേരിട്ട് വന്ന് പറയുന്നത് അമേരിക്കയുടെ ട്രഷറി കാര്യ സെക്രട്ടറിയായ സ്കോട്ട് ബെസന്റ് തന്നെയാണ്. അതായത് സാമ്പത്തികമായി കൂടുതൽ ഉപരോധം റഷ്യയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തുക, സാമ്പത്തികമായി എങ്ങനെയെല്ലാം അമേരിക്കയ്ക്ക് മെച്ചപ്പെടാൻ കഴിയുമോ അതിനുള്ള സാധ്യതകൾ ഉപയോഗിക്കുക എന്ന കാര്യമാണ് ഇപ്പോൾ അമേരിക്ക ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് റഷ്യയെ പ്രതിരോധത്തിലാക്കുന്നു. റഷ്യയിൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ നികുതി ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അക്കാര്യത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്നും പിന്മാറും. അങ്ങനെ റഷ്യയുടെ സാമ്പത്തിക സോഴ്സ് അടയും. പകരം അമേരിക്കയിലേക്ക് തന്നെ അവർ തിരിച്ചു പോകും, അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കും എന്നൊരു ധാരണയിലാണ് അമേരിക്ക ഇക്കാര്യങ്ങളിലേക്ക് പോകുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പൊതിൻ ശരി, ശ്രീത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നേരത്തെ ശ്രീത്ത് സൂചിപ്പിച്ചതുപോലെ അമേരിക്ക മറ്റൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് എന്നാണ് വെളിപ്പെടുത്തൽ. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മൂഡിസിലെ ചീഫ് എക്കണോമിസ്റ്റ് മാർക്ക് സാൻഡിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. 2008 സാമ്പത്തിക പ്രതിസന്ധി പ്രവചിച്ച ആദ്യ വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് മാർക്ക് സാൻഡി. 2008-2009 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഏറ്റവും ദുർബലമായ വളർച്ചയാണ് അമേരിക്കയിലേതെന്നാണ് മാർക്ക് സാൻഡി പറയുന്നത്. അമേരിക്കയുടെ 1/3 സംസ്ഥാനങ്ങൾ ഇതിനോടകം മാന്ദ്യത്തിലോ അല്ലെങ്കിൽ മാന്ദ്യത്തിലേക്ക് നീങ്ങുകയോ ആണെന്നും സാൻഡി പറയുന്നു. അവശ്യ വസ്തുക്കൾക്ക് വില വർദ്ധിക്കുമെന്നും സർക്കാർ ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്നും മാർക്ക് സാൻഡി വ്യക്തമാക്കുന്നു. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. പോലീസ് മർദ്ദനത്തിന്റെയും കൈക്കൂലി വാങ്ങുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നതിൽ പ്രതിരോധത്തിലായിരിക്കുന്നു ആഭ്യന്തര വകുപ്പ്. തൃശൂരിലെ പീച്ചി, കുന്നംകുളം, കോഴിക്കോട്ടെ കുറ്റിക്കാട്ടൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രതിക്കൂട്ടിലായത്. UDF ഭരണകാലത്ത് പത്തനംതിട്ടയിലെ കോന്നി CI ആയിരുന്ന നിലവിലെ ആലപ്പുഴ DYSP മധു ബാബുവിനെതിരെ പരാതിയുമായി മുൻ SFI നേതാവും രംഗത്തു വന്നു. കാക്കിയിട്ട കാപാലികതയാണ് പലയിടത്തു നിന്നും പുറത്തു വരുന്ന ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. 2023 മെയ് 24 പീച്ചിയിലെ ഹോട്ടലിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉടമയുടെ മകനെയും മാനേജരെയും SI രതീഷിന്റെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നാലെ ഹോട്ടൽ മാനേജർ ഔസേപ്പിനെ വിളിച്ചു വരുത്തി 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തായി. പണം പോലീസ് വാങ്ങിയെന്ന് ഔസേപ്പ് ആവർത്തിക്കുന്നു. ഈ പരാതിക്കാരനായ ദിനേഷുമായിട്ട് സെറ്റിൽ ചെയ്യാനാണ് പറയുന്നത്. അവന് എന്താണോ കൊടുക്കേണ്ടത് കൊടുത്ത് സെറ്റിൽ ചെയ്യുക. ഈ പ്രശ്നം തീർക്കണമെങ്കിൽ 5 ലക്ഷം രൂപ തരണം. അപ്പോൾ 3 ലക്ഷം രൂപ SHO എടുക്കും, 2 ലക്ഷം രൂപ ഈ ദിനേഷ് എടുക്കും. കുന്നംകുളത്തെ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരെ പുറത്താക്കണമെന്ന് പരാതിക്കാരൻ സുജിത്ത് ആവശ്യപ്പെട്ടു. ഇവരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത്. ഈ സർവീസിൽ തുടരാൻ ഒരിക്കലും അർഹരല്ല ഈ ഗുണ്ടാ പോലീസ്. ഈ 4 പേരുൾപ്പെടെ ഒരു ഡ്രൈവറായിരുന്ന ഷുഹൈർ വരെ വലിയ കുറ്റക്കാരനാണ്. ആലപ്പുഴ DYSP മധു ബാബുവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പത്തനംതിട്ടയിലെ മുൻ SFI നേതാവ് ജയകൃഷ്ണൻ തണ്ണിത്തോട്. 2012 മധു ബാബു നടത്തിയ ക്രൂരമർദ്ദനത്തെക്കുറിച്ച് ജയകൃഷ്ണൻ വിവരിച്ചു. ഇത്തരം സംഭവങ്ങളിൽ പോലീസിന് തന്നെ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതേസമയം നമ്മൾ തിരിച്ചു പോലീസിനെതിരെ ഇങ്ങനൊരു സംഭവമാണ് ചെയ്യുന്നതെങ്കിൽ 100 വട്ടം നമ്മളെ പോലീസ് റിമാൻഡ് ചെയ്യും, നമുക്കെതിരെ കേസെടുക്കും. പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുന്നംകുളം പോലീസിന്റെ മർദ്ദനത്തിനിരയായ സുജിത്തിനെ ഇന്ന് സന്ദർശിക്കും. പോലീസിനെതിരെ
കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും വിമർശനവുമായി രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് 24. വയനാട് പെരിക്കല്ലൂരിൽ വീട്ടിൽ നിന്ന് മദ്യവും തോട്ടകളും പിടികൂടിയ കേസിൽ വഴിത്തിരിവ്. 17 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ തങ്കച്ചനെ കേസിൽ കുടുക്കുകയായിരുന്നു. 24 വാർത്ത വഴിത്തിരിവായതോടെ തങ്കച്ചൻ ജയിൽ മോചിതനായി. മദ്യവും തോട്ടകളും തങ്കച്ചന്റെ വീട്ടിൽ എത്തിച്ച മരക്കടവ് സ്വദേശി പ്രസാദിനെ അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് CPIM ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം 22-നാണ് പെരിക്കല്ലൂർ കാനാട്ടുമലയിൽ തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ദുരൂഹത ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലാണ് വഴിത്തിരിവ്. തോട്ടകളും മദ്യവും വീട്ടിലെത്തിച്ച് തങ്കച്ചനെ കുടുക്കിയ മരക്കടവ് സ്വദേശിയും നിർമ്മാണ കോൺട്രാക്ടറുമായ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരപരാധിയെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വിട്ടയക്കാൻ പോലീസ് നൽകിയ അപേക്ഷ കോടതി അംഗീകരിച്ചതോടെ തങ്കച്ചൻ ജയിൽ മോചിതനായി. DCC പ്രസിഡന്റ് ND അപ്പച്ചന് വരെ സംഭവത്തിൽ പങ്കുണ്ടെന്ന് തങ്കച്ചൻ. ഇത് പാർട്ടിയിലുണ്ടായ ഒരു പിണക്കമാണ്, ഒരു ഗ്രൂപ്പ് വഴക്കല്ല. ഇവര് കുറച്ചു പേര് കൂടി, മണ്ഡലം പ്രസിഡന്റ്, ഒരു വക്കീലായ DCC സെക്രട്ടറി, ഇവരെല്ലാം കൂടി കോറക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പാർട്ടിയുടെ പേരിൽ പൈസ വാങ്ങി ഇവർ ഉപയോഗിക്കുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തതാണ് ഞങ്ങൾക്കെതിരെ തിരിയാനുള്ള കാരണം ഉണ്ടായത്. എന്നോട് അന്ന് പറഞ്ഞിരുന്നു, നിന്നെ വീട്ടിൽ കടത്തി ഉറക്കൂല എന്ന് പറഞ്ഞിരുന്നു. DCC പ്രസിഡന്റായ ND അപ്പച്ചന് വരെ ഇതിൽ പങ്കുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങളാണ് തങ്കച്ചനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള കാരണം. 24 വയനാട്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് ആവർത്തിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വിശ്വാസ സംഗമം അതിന്റെ വഴിക്ക് നടക്കട്ടെയെന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നത് ബാലിശമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു. ശബരിമല വികസനമാണ് ലക്ഷ്യമെന്നും അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് വർഷത്തിലായിപ്പോയെന്നേ ഉള്ളൂവെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ആർക്കും സംഘടിക്കാനും സംഘം ചേരുവാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ടല്ലോ. അതൊരു വഴിക്ക് നടക്കട്ടെ, ഞങ്ങളുടെ സംഗമം വേറൊരു വഴിക്ക് നടക്കും. അയ്യപ്പ സംഗമം അത്ഭുതമായി മാറുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമായി മാറും. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും പങ്കെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒരു കാരണവശാലും ഇല്ല. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയണമായിരുന്നു, എന്താ ഇത്രയും കാലം പറഞ്ഞില്ല? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേരിട്ടുള്ള ക്ഷണം സ്വീകരിച്ച KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പൂർണ്ണ പിന്തുണയെ അറിയിച്ചു. 24 തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരുവചനങ്ങൾ വക്രീകരിക്കാനും ഗുരുവിനെ സ്ഥാപിത താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ചിലർ നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്വേഷത്തിന്റെ ക്യാമ്പയിന് എതിരെയാണ് ശ്രീനാരായണ ഗുരു സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സമത്വസുന്ദര സമൂഹത്തെ സൃഷ്ടിക്കാൻ ഗുരുദേവൻ പല ദർശനങ്ങളും സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് ഗോകുലം ഗോപാലൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടന്ന ഗുരുജയന്തി പരിപാടികളിൽ പങ്കെടുക്കുകയായിരുന്നു നേതാക്കൾ. ചെമ്പഴന്തിയിലെ ഗുരുജയന്തി ദാർശനിക സമ്മേളന പരിപാടിയിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. മനുഷ്യൻ എന്താണെന്നും മതം എന്താണെന്നുമൊക്കെ മനുഷ്യർക്ക് കാട്ടിക്കൊടുത്ത മഹാത്മാവാണ് ഗുരു. വർഗീയ ശക്തികൾ ഗുരുവിനെ തങ്ങളുടെ ചേരിയിൽ പ്രതിഷ്ഠിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ എതിർക്കണം. ഗുരുദർശനത്തെ വക്രീകരിക്കാനും ഗുരുവിനെ സ്ഥാപിത താൽപര്യങ്ങൾക്ക് ഉപയോഗിക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ചിലർ നടത്തുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ ആവശ്യമായി വരികയാണ്. ഇപ്പോഴും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ജാതിയും മതവുമല്ല പ്രധാനം, മനുഷ്യനാണ്. ഭിന്നിക്കുമ്പോൾ മുതലെടുക്കുന്നത് മറ്റു ചിലരാണ്. ദൈവത്തിന്റെ പേരിൽ, ദൈവങ്ങളുടെ പേരിൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കരുത്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കരുത്. സത്യത്തിൽ അദ്ദേഹം പോരാടിയത് വിദ്വേഷത്തിന്റെ ക്യാമ്പയിനെതിരായി. ആദർശം മാത്രം പോരാ, അത് ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് പ്രമുഖ വ്യവസായിയും ശ്രീനാരായണ ഏകോപന സമിതി ചെയർമാനുമായ ഗോകുലം ഗോപാലൻ. നമ്മള് ആദർശം മാത്രം പോരാ, അത് ജീവിതത്തിൽ കൊണ്ടുവരണം. ഗുരുദേവ ദർശനം ജീവിതത്തിൽ പകർത്തുക എന്ന ഒരു സംസ്കാരം നമുക്കുണ്ടാകും. നമ്മുടെ സംസ്കാരം ഗുരുദേവന്റെ ദർശനമായിരിക്കണം. അതാണ്, എന്നാൽ മാത്രമേ നമ്മൾ നന്നായിരിക്കാൻ പറ്റുകയുള്ളൂ. ചെമ്പഴന്തിയിലെ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ.
പതിവ് പോലെ ഈ വർഷവും ശ്രീനാരായണ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ എത്തിച്ചേരില്ല എന്ന് അറിയിച്ചു. എന്നാൽ ഇന്ന് എറണാകുളത്തെ പല പരിപാടികളിലും പങ്കെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളാൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചത്. എന്നാൽ എറണാകുളത്ത് പരിപാടികളിൽ പങ്കെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും സ്വാമി ശുഭാംഗാനന്ദ വിമർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്. നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സിനെ 75 റൺസിന് തകർത്താണ് കൊച്ചിയുടെ കിരീട നേട്ടം. 182 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊല്ലത്തിന്റെ പോരാട്ടം 106 റൺസിൽ അവസാനിച്ചു. കൂടുതൽ വിവരങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ നിന്ന് ചേരുന്നതിന് മുമ്പ് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. കപ്പ് ഉയർത്തുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. പ്രതീഷ്, ഇപ്പോൾ അവിടെ കപ്പ് കൈമാറിയിരിക്കുന്നു. അതിന്റെ വിജയാഹ്ലാദമൊക്കെ ടീം അംഗങ്ങൾ അവിടെ നടത്തുന്നതും കാണാം. എന്തായിരുന്നു, ഏത് രീതിയിലായിരുന്നു മത്സരം? ഒരു ആധികാരിക വിജയം ഫൈനലിൽ ബ്ലൂ ടൈഗേഴ്സിന് ഉണ്ടായി അല്ലേ? പ്രജിൻ, തീർച്ചയായും പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആധികാരിക വിജയമായിരുന്നു കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ഉണ്ടായിരുന്നത്. അതിന്റെ വിജയാഘോഷമാണ് നമ്മളിപ്പോൾ ലൈവായി തന്നെ കണ്ടത്. അത്രത്തോളം ആധികാരികമായിരുന്നു. തുടക്കം മുതൽ തന്നെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഒരു ആധികാരികതയായിരുന്നു നമ്മൾ ഈ മാച്ചിൽ ഉടനീളം കണ്ടത്. കാരണം ഈ ടോസ് നിർണായകമായ ഒരു മത്സരം കൂടിയായിരുന്നു. പക്ഷേ ആ ടോസ് കൊല്ലം സെയിലേഴ്സിന് അനുകൂലമായെങ്കിൽ പോലും ഈ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് വലിയ ആധിപത്യത്തോടു കൂടി വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ മാച്ചിൽ തന്നെ ഒരു ടോപ്പ് സ്കോറർ വിനൂപ് ചേരുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനം. എങ്ങനെ ഉണ്ടായിരുന്നു? ഒബ്വിയസ്ലി ഫൈനലിൽ അതിനായിട്ടുള്ളൊരു രസമല്ലേ, എല്ലാവരുടെയും മുമ്പ് വെച്ച് ഫ്രണ്ട്സ് ഫാമിലി ഇത്രയും ക്രൗഡിന്റെ ഫ്രണ്ട് വെച്ച് കളിക്കാൻ പറ്റിയൊരു എക്സ്പീരിയൻസ്. അത് എന്താണ് ആ മൊമെന്റ് ഞാൻ എൻജോയ് ചെയ്തു, അത്രേ ഉള്ളൂ. ഈ മാച്ചിലുടനീളം നിങ്ങളുടെ ഒരു ആധിപത്യമായിരുന്നു. അങ്ങനെ പറഞ്ഞോ എനിക്ക് മനസ്സിലായില്ല. ഇപ്പോ ഈ മൊത്തത്തിൽ ഈ ടൂർണമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം അടിപൊളിയാ, ഭയങ്കര അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മുടെ ടീം അറ്റ്മോസ്ഫിയർ, നമ്മുടെ മാനേജ്മെന്റ് പ്ലേയേഴ്സ്, ഇറ്റ് വാസ് വെരി ഈസി ടു ബി ഫ്രാങ്ക്. ഭയങ്കര എളുപ്പത്തുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ജസ്റ്റ് ഗോ ഔട്ട് ദർ ആൻഡ് എക്സ്പ്രസ് യുവർ സെൽഫ്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പലപ്പോഴും ഇവിടെ ടോസ് ഒരു അനുകൂല ഘടകമായി മാറാറുണ്ടല്ലോ. ഇന്ന് പക്ഷേ അത് തിരിച്ചു വന്നു. അത് ഈ ടൂർണമെന്റ് തുടങ്ങുന്ന മുമ്പ് തന്നെ സാധാരണ T20 എപ്പോഴും ചേസ് ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ നമ്മുടെ മാനേജ്മെന്റ് പറഞ്ഞിരിക്കുകയാണ് എന്തായിക്കോട്ടെ നമ്മൾ അവിടെ ചെന്ന് കളിക്കുക, അതിനെ കുറിച്ച് അധികം വറിയിടാണ്ട. ഒബ്വിയസ്ലി ചെറിയ അഡ്വാൻറ്റേജ് ഒക്കെ കിട്ടും, പക്ഷെ അത് തലേ കയറ്റണ്ട, അവിടെ ചെന്ന് നമ്മൾ നമ്മുടെ കളി കളിക്കുക. പക്ഷെ ഇന്ന് ഒരു 200 മുകളിൽ സ്കോർ പ്രതീക്ഷിച്ചിരുന്നു. ആക്ച്വലി ടു ബി ഫ്രാങ്ക് ഇല്ല, കാരണം വിക്കറ്റ് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ബോളേഴ്സിന്. എനിക്കൊരു നല്ല സ്റ്റാർട്ട് കിട്ടി. അപ്പം എത്രയും പെട്ടെന്ന് പവർ പ്ലേയിൽ എത്രയും നല്ല സ്കോർ കിട്ടിയാൽ പിന്നെ മിഡ് ഓവേഴ്സ് എന്തായാലും റൺസ് അങ്ങനെ വരാൻ അത്ര എളുപ്പമല്ല. അപ്പൊ ആ പവർ പ്ലേ അഡ്വാൻറ്റേജ് ഞാൻ എടുക്കാൻ നോക്കി. അത്രേ ഉള്ളൂ. താങ്ക് യു. പ്രജിൻ, ഇന്നത്തെ മത്സരത്തിൽ 30 ബോളിൽ 70 റൺസ് നേടി ഈ മാച്ചിലെ തന്നെ നിർണായകമായ ഒരു സ്കോർ നേടിയ വിനൂപാണ് ഇപ്പോൾ പ്രതികരിച്ചത്. കാരണം ഈ തുടക്കത്തിൽ തന്നെ വാശിയേറിയ ഒരു മത്സരമായിരുന്നു. തുടക്കത്തിൽ വിനൂപ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ആഞ്ഞടിച്ചു വലിയ ഒരു സ്കോർ, 200 മുകളിൽ സ്കോർ പ്രതീക്ഷിച്ചെങ്കിൽ കൂടിയും അത് 180 അകത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അപ്പോഴും ഈ തിരികെ മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ കൊല്ലം സെയിലേഴ്സ് ഒക്കെ തന്നെ ഒരു ഘട്ടത്തിൽ പോലും ഒരു മേൽക്കൈ നേടാൻ ആയില്ല. കാരണം തുടർച്ചയായി തന്നെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. ഈ കൊല്ലം സെയിലേഴ്സിന്റെ തന്നെ കരുത്തുറ്റ സച്ചിൻ ബേബി അപ്രതീക്ഷിതമായി തന്നെ ഒരു ഔട്ടായതോടുകൂടി തന്നെയാണ് ഒരു മാച്ചിന്റെ ഗതി തന്നെ മാറിയിട്ടുള്ളത്. എന്തായാലും വലിയ ആവേശമായിരുന്നു കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ കാണാം ഇപ്പോൾ ഈ ട്രോഫി എല്ലാം നൽകിയതിനു ശേഷം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു ആഹ്ലാദമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും നിലവിലെ ചാമ്പ്യന്മാരെ തകർത്ത് ഈ കന്നി കിരീടം നേടിയ ആ ഒരു ആഹ്ലാദത്തിലാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഉള്ളത്. പ്രജിത്ത്, KCL ഫൈനലിൽ നടന്ന തിരുവനന്തപുരം സ്പോർട്സ് ഹബ്ബ് സ്റ്റേഡിയത്തിലെ മൈതാനത്തു നിന്നാണ് MG പ്രതീഷ് തത്സമയ വിവരങ്ങളുമായി ചേർന്നത്. ടൂറിസം വകുപ്പിന്റെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് മീഡിയ അവാർഡുകൾ 24-ന്. ടെലിവിഷൻ വിഭാഗത്തിലെ മികച്ച കവറേജിനുള്ള പുരസ്കാരം ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിൽ നിന്ന് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം ഏറ്റുവാങ്ങി. ക്യാമറമാനുള്ള പ്രത്യേക പരാമർശവും 24-നാണ്. രാജേഷ് വെള്ളരിക്കുണ്ട് അവാർഡ് ഏറ്റുവാങ്ങി. MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, മേയർ ബീന ഫിലിപ്പ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
24 റൗണ്ട് പൂർത്തിയാവുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.